ഈ കാലത്ത് വൃദ്ധരോട് നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പുതുതലമുറയെക്കുറിച്ചുള്ള പ്രധാന ആരോപണങ്ങളിലൊന്ന് വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് എറിയുന്നു എന്നുള്ളതാണ്. ഇത് വസ്തുനിഷ്ഠാപരമായി ശരിയല്ല. കേരളത്തിൽ വൃദ്ധസദനമോ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞുവിടുകയോ ചെയ്യുന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടില്ല. ഏതാനും വ്യക്തികളോട് ബന്ധപ്പെട്ട ഒരു സാമൂഹിക മാറ്റം മാത്രമാണിത്. കേരളത്തിലെ കുടുംബഘടനയിൽ വന്ന മാറ്റങ്ങളുടെ ഒരു പരിണിതിയാണിത്. ചിലർക്കെങ്കിലും ഇതൊരു അനിവാര്യതയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ കാര്യമെടുക്കുക. ഏക മകൻ. അയാൾ മക്കളെയും ഭാര്യയെയും നാട്ടിൽ നിർത്തി നോക്കി. പിതാവിൻ്റെ സമ്പർക്കം കുട്ടികളുടെ വളർച്ചയിൽ അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് തിരിച്ചറിയുന്നു. രക്ഷകർത്താക്കളെ ഗൾഫിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോയി നോക്കി. അവരാണെങ്കിൽ 1 മാസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം മാത്രമേ അവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തിരിച്ചയക്കേണ്ടി വരുന്നു. മക്കൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാവുന്നത് 2 കാര്യമാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു ആയയെ, സേവകനെ ഉപയോഗിച്ചുകൊണ്ട് അച്ഛനമ്മമാർക്ക് പരിചരണം നൽകാം. അതല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിലേക്ക്, ഫലപ്രദമായ ഒരു വൃദ്ധസദനത്തിലേക്ക് രക്ഷകർത്താക്കളെ അയക്കാം. ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ ചിലർക്കെങ്കിലും വൃദ്ധസദനം ഒരാവശ്യവും ഒരനിവാര്യതയും ആശ്വാസവുമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് വിദേശ മലയാളിയുടെ മാത്രം പ്രശ്നമല്ല. നാട്ടിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ പകൽ നേരം വൃദ്ധർക്ക് പരിചരണം നൽകുവാൻ സാധിക്കാതെ പോകുന്നു. പകൽ നേരങ്ങളിൽ ഈ വൃദ്ധർ ഒറ്റപ്പെടുന്നുണ്ട്. എല്ലാവർക്കും സേവകരെ, ആയമാരെ കണ്ടെത്തുവാൻ സാധിക്കാതെ പോകുന്നു. സ്വാഭാവികമായും ഇത്തരം സന്ദർഭങ്ങളിലും പകൽ നേരങ്ങളിലെങ്കിലും വൃദ്ധ മന്ദിരങ്ങളിലേക്ക് രക്ഷാകർത്താക്കളെ പറഞ്ഞയക്കുന്നത് ഒരാവശ്യമായി വരുന്നുണ്ട് എന്ന് സത്യം. ചില വൃദ്ധരാകട്ടെ മക്കൾക്ക് അല്ലെങ്കിൽ മരുമക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് സ്വയം വൃദ്ധസദനം തിരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ അവർ തനിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ചെയ്യാവുന്നത് വൃദ്ധസദനത്തിലേക്ക് പോകുന്ന വൃദ്ധർക്കും അവരെ പറഞ്ഞയക്കുന്ന മക്കൾക്കും പരിശീലനം നൽകുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വൃദ്ധസദനം അനിവാര്യമാകുന്നത് എന്നുള്ള ബോധം ഇരു കൂട്ടർക്കും ഉണ്ടാകേണ്ടതുണ്ട്. മനഃശാസ്ത്രം, സമൂഹശാസ്ത്രം തുടങ്ങിയ പഠന മേഖലകളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൃദ്ധസദനങ്ങളെ കൂടുതൽ ഫലവത്തായി ഉപയോഗിക്കുവാനുള്ള സന്ദർഭമൊരുക്കുക എന്നാണ് സാരം. സത്യത്തിൽ വൃദ്ധസദനമല്ല, കുടുംബത്തിലുള്ള വൃദ്ധരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യേണ്ടത്. കുടുംബത്തിൽ കഴിയുന്ന വൃദ്ധർ പലരും ഏകാഗീതരാണ്. യുവാക്കളുടെ, മക്കളുടെ ബന്ധം പലപ്പോഴും സംഘർഷപൂരിതമാണ്. വൃദ്ധരെ ശ്രദ്ധയോടുകൂടി കേൾക്കുവാൻ ഇന്ന് പലർക്കും സമയം ലഭിക്കുന്നില്ല. വർത്തമാനം പറച്ചിലിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാകുമ്പോൾ അത് അതിവൈകാരികതയോടെ കൈമാറ്റം ചെയ്യുമ്പോൾ പ്രശ്നം ഗുരുതരമായ അവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ വൃദ്ധരെയോ ചെറുപ്പക്കാരെയോ ഈ വിഷയത്തിൽ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കുടുംബഘടനയിൽ വന്ന മാറ്റം, കുടുംബത്തിൻ്റെ ധർമ്മനിർവഹണങ്ങളിൽ വന്ന മാറ്റം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാക്കുന്നു എന്ന് മാത്രം. നമുക്ക് ചെയ്യാനാകുന്നത് കുടുംബങ്ങളിൽ കഴിയുന്ന വൃദ്ധരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനോ പരിഹരിക്കാനോ കുറക്കാനോ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാം. വൃദ്ധരുടെ മാനസികവും വൈകാരികവുമായ തലങ്ങളെ തിരിച്ചറിയുവാനുള്ള ശ്രമം നടത്തുക. വൃദ്ധരോട് അതിന് ഭാഷണം നടത്തേണ്ടതുണ്ട്. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ സംഭാഷണം നടത്തുന്നത് ഉചിതമായിരിക്കും. രക്ഷകർത്താക്കളോട് ഏകപക്ഷീയമായ ഭാഷണം നടത്തുന്നത്, വൺ വേ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ബന്ധം വഷളാക്കാനേ സഹായിക്കൂ. കഴിയുന്നതും വൃദ്ധരുടെ അഭിപ്രായങ്ങൾ കൂടെ ആരാഞ്ഞായിരിക്കണം കുടുംബകാര്യങ്ങളിൽ തീരുമാനമെത്താൻ ശ്രമിക്കേണ്ടത്. അത് അവരുടെ ജീവിതം സാർത്ഥകമാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന
ഒരു വിചാരം അവരിൽ ഉണ്ടാക്കുന്നു. അവർക്ക് താല്പര്യമുള്ള ഭക്ഷണം ഇടയ്ക്കെങ്കിലും ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. ഭക്ഷണം ദിവസം ഒരു നേരമെങ്കിലും അവർക്കൊപ്പം കഴിക്കുക. വൃദ്ധരും കുട്ടികളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. വൃദ്ധരുടെ ആരോഗ്യകാര്യങ്ങളിൽ എപ്പോഴും താല്പര്യം വെച്ച് പുലർത്തുക, ശ്രദ്ധിക്കുക. ആവശ്യമായ സന്ദർഭങ്ങളിൽ ചികിത്സ നൽകുവാൻ സമയം കണ്ടെത്തുക. ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ സന്ദർശന വേളകളിൽ വൃദ്ധരെ അതിൽ പങ്കാളികളാക്കുക. വൃദ്ധരുടെ കുറ്റങ്ങളും കുറവുകളും ദോഷങ്ങളും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. വൃദ്ധരെയും കുട്ടികളെയും അടുപ്പിക്കുക. കുട്ടികൾക്ക് വൃദ്ധരുടെ സാമീപ്യം സാമൂഹീകരണത്തിൽ വലിയ പങ്കുള്ള ഒരു കാര്യമാണ്. പഴയ കഥകൾ, ചരിത്രം, കുടുംബ ചരിത്രം തുടങ്ങിയവ കൈമാറുന്നതിന് വൃദ്ധർക്ക് സാധിക്കും. വൃദ്ധർക്ക് കുട്ടികളോടുള്ള സമ്പർക്കം ആഹ്ലാദം നൽകുന്ന സന്ദർഭങ്ങളായിരിക്കും നൽകുക. വൃദ്ധരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കേണ്ടതുണ്ട്. അവർക്ക് താല്പര്യമുള്ള കുടുംബാംഗങ്ങളെ കാണുന്നതിന്, സമ്പർക്കം വെച്ച് പുലർത്തുന്നതിന് യുവാക്കൾ അവസരമുണ്ടാക്കുക. വൃദ്ധർ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും എഴുത്തുകുത്തുകളിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. മൊബൈൽ, ടെലിഫോൺ, സ്കൈപ്പ്, ഫേസ് ടൈം ഉപയോഗിച്ചുകൊണ്ട് വൃദ്ധരുമായി ബന്ധപ്പെടാവുന്നതാണ്. അയൽപ്പക്ക വേദികളിലൂടെ, സന്നദ്ധ സേവാ സംഘടനകളിലൂടെ വൃദ്ധർക്കു വേണ്ടി ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അവർക്ക് അവരുടേതായ കർമ്മ പരിപാടികൾ നടത്താൻ, ആശയങ്ങൾ പങ്കുവെക്കാൻ, കലാപരിപാടികൾ നടത്താൻ, ചിലപ്പോൾ മത്സര പരിപാടികൾ നടത്താൻ, ആവുമെങ്കിൽ കൊച്ചു യാത്രകൾ നടത്താൻ ഇത്തരത്തിലുള്ള സംഘങ്ങളിലൂടെ അവസരമൊരുക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വാർദ്ധക്യം ഒരു അനിവാര്യതയാണ്. വാർദ്ധക്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതമില്ല. വൃദ്ധരുടെ എണ്ണം ഏത് കാലത്തേക്കാളേറെയും കൂടുന്നു, മനുഷ്യരുടെ ആയുസ് കൂടുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ വൃദ്ധർ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വൃദ്ധരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. വാർദ്ധക്യത്തെ പഴിക്കുകയല്ല, വൃദ്ധസദനത്തെ കുറ്റപ്പെടുത്തുകയല്ല. ആധുനിക കാലത്ത് വൃദ്ധരെ ഏതു തരത്തിൽ ആഹ്ലാദ ചിത്തരായി നിലകൊള്ളുവാൻ അവസരമൊരുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആവശ്യമാണെങ്കിൽ വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങളും തേടാവുന്നതാണ്. സമൂഹത്തിൻ്റെ ആരോഗ്യം തുടരുകയാണ്. വിവിധ വിഷയങ്ങളിലുള്ള ദൃശ്യാവതരണം തുടരുന്നു. ഈ ദൃശ്യാവതരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക്, കുടുംബാംഗങ്ങൾക്ക് കൈമാറുക. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തോട് ചേർന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, വിമർശനങ്ങൾ നൽകാനുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അത് ചെയ്യുക. നന്ദി.